Hello friends. അപ്പോൾ നമ്മൾ പവർ ഇൻ AC സർക്യൂട്ട്സിൽ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട്, പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കോമ്പിനേഷൻ ഓഫ് സർക്യൂട്ട്സിലെ പവറിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പവർ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ്, റേറ്റ് പെർ യൂണിറ്റ് ടൈം അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ്. പവറിൻ്റെ എക്സ്പ്രഷൻ വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. ആവറേജ് പവറാണ് നമ്മൾ പവർ ഇൻ AC സർക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ആവറേജ് പവറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആവറേജ് പവർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t p dash dt ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to t dt ആണെന്ന് പറഞ്ഞു. p dash എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു E dash ഇൻറ്റു I dash. ഇതൊക്കെ നമ്മൾ പ്യുവർ സർക്യൂട്ട്സിലും പറഞ്ഞതാണ്. നമ്മൾ കോമ്പിനേഷൻ ഓഫ് സർക്യൂട്ട്സ് പറയുമ്പോൾ ഫസ്റ്റ് കാണുന്നത് LR സീരീസ് സർക്യൂട്ടാണ്. LR സീരീസ് സർക്യൂട്ടിൽ ഇൻഡക്ടറും റെസിസ്റ്ററും സീരീസിലാണ്. അപ്പോൾ അതിൻ്റെ വെക്ടർ ഡയഗ്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് പവറിൻ്റെ എക്സ്പ്രഷനാണ് കാണുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ ഇൻ LR series circuit. So its expression is P dash is equal to E dash into I dash, that we have seen many times. So what is E dash? E dash is the instantaneous value of EMF in an LR series circuit. That is equal to, let it be equal to E0 sin omega t. LR സീരീസ് സർക്യൂട്ടിൽ EMF കറണ്ടിനേക്കാളും 5 ഫേസ് ലീഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കറണ്ട് നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് EMFനേക്കാളും 5 ഫേസ് എന്ത് ചെയ്യുന്നുണ്ട്, ലാഗ് ചെയ്യുന്നുണ്ട്. സോ I dash is equal to I0 sin omega t minus 5. omega t minus 5 ആണ് ഇവിടെ കറണ്ടിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് എക്സ്പ്രഷൻ. Now what is power? Power P dash is equal to E dash into I dash. നമ്മൾ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ E0 I0 into sin omega t into sin omega t minus 5. sin omega t minus 5 എക്സ്പാൻഷൻ sin A minus B എന്ന് പറഞ്ഞാൽ sin A cos B minus cos A sin B ആണ്. So in the similar manner it is equal to E0 I0 sin omega t into sin omega t cos 5 minus cos omega t into sin 5 എന്നായിട്ട് എഴുതി. Now ഈ sin omega t നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ E0 I0 പുറത്തുണ്ട്, sin omega t into sin omega t sin square omega t എന്നായിട്ട് മാറി. സോ E0 I0 into sin square omega t cos 5 minus sin omega t into cos omega t into sin 5 എന്നായിട്ട് മാറി. ഓക്കെ, നൗ sin square തീറ്റ അതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഇൻ ടേംസ് ഓഫ് cos 2 തീറ്റയുടെ ഫോമിലേക്ക് മാറ്റുന്നു. അപ്പോൾ sin square omega t is equal to 1 minus 2 cos omega t divided by 1 minus cos 2 omega t divided by 2 എന്നാണ് വരുന്നത്. സോ sin square omega t ക്ക് പകരം 1 minus cos 2 omega t divided by 2. അപ്പോൾ E0 I0യും കൂടി നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ E0 I0 ഉണ്ട് 1 minus cos 2 omega t divided by 2 into cos 5 എന്നായിട്ട് മാറി ഈ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമിൽ sin omega t cos omega t എന്നുള്ളൊരു ടേം ഉണ്ട്. അപ്പോൾ sin 2 തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin തീറ്റ കോസ് തീറ്റ എന്നാണ്. അപ്പോൾ sin തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഹാഫ് ഓഫ് sin 2 തീറ്റ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ തന്നെ നമ്മളിവിടെ എഴുതുകയാണ് sin omega t cos omega t is equal to half of sin 2 omega. അപ്പോൾ P dash is equal to E0 I0 by 2 into 1 minus cos 2 omega t into cos 5 minus E0 I0 by 2 into sin 2 omega t sin 5 എന്നായിട്ട് മാറും. So this is the value of instantaneous expression of power അല്ലേ. സോ നമുക്ക് വാട്ട് ഈസ് ദ ആവറേജ് പവർ, ആവറേജ് പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇൻ്റഗ്രൽ 0 to t p dash dt ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ 0 to t dt. ഇൻ്റഗ്രൽ 0 to t dt-യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്യാപിറ്റൽ ടി ആണ് വരിക. സോ ഇറ്റ് ഈസ് റിട്ടൺ ലൈക്ക് ദിസ്. നൗ E0 I0 by 2 into E0 I0 by 2 കോൺസ്റ്റൻ്റ് ആണ്, അത് ഞാൻ ഇൻ്റഗ്രേഷൻ്റെ പുറത്താണ് എഴുതുന്നത്. ഇൻ്റഗ്രൽ 1 minus cos 2 omega t cos 5 minus ഇൻ്റഗ്രൽ sin 2 omega t sin 5 dt എന്നായിട്ട് മാറ്റി. E0 I0 by 2 കോമൺ ആയിട്ട് പുറത്തുണ്ട് കേട്ടോ. നൗ E0 I0 by 2 into ഇൻ്റഗ്രൽ cos 5 dt E0 I0 by 2 into അത് ഞാൻ ഇൻ്റഗ്രേഷൻ്റെ പുറത്താണ് കിടക്കുന്നത്, 1 by 2 പുറത്തുണ്ട്. ഇൻ്റഗ്രൽ cos 5 dt എന്നുള്ള ടേം ഉണ്ട് മൈനസ് ഇൻ്റഗ്രൽ cos 2 omega t cos 5 dt ഇൻ്റഗ്രൽ cos 2 omega t cos 5 dt മൈനസ് ഇൻ്റഗ്രൽ sin 2 omega t sin 5 dt എന്നാണ്. E0 I0 by 2 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഞാൻ പുറത്താണ് എഴുതുന്നത്, ബ്രാക്കറ്റിൻ്റെ പുറത്താണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ രണ്ട് ടേമിലും E0 I0 by 2 എന്ന് പറയുന്ന ടേം കാണിക്കേണ്ട കാര്യമില്ല.
മനസ്സിലായല്ലോ? E0 I0 by 2t into integral 0 to t cos phi dt minus integral 0 to t cos 2 omega t cos phi dt minus integral 0 to t sin 2 omega t sin phi dt. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കാം. ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് എന്താണ്? ടി ആണ് അല്ലേ? അപ്പോൾ E0 I0 by 2t കോമൺ ആയിട്ട് പുറത്തുണ്ട്. ഈ ഫസ്റ്റത്തെ ടേം ഇൻ്റഗ്രൽ 0 to t cos phi dt യിൽ cos phiയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ E0 I0 by 2 into cos phi by t എന്ന് പറയുന്ന ടേമാണ് പുറത്ത് വരുന്നത്. E0 ഇവിടെ എഴുതിയ പോലെ എല്ലാം പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. E0 I0 by 2t into cos phi എന്നുള്ള ടേം പുറത്താണ് വരുന്നത്. പിന്നെ വരുന്നത് ഇൻ്റഗ്രൽ 0 to t dt എന്ന് പറയുന്ന ടേം ഉണ്ട്. നൗ മൈനസ് E0 I0 by 2 പുറത്തുണ്ട്, cos phi ഞാൻ പുറത്തേക്ക് എഴുതുന്നു. ഇൻ്റഗ്രൽ 0 to t cos 2 omega t dt. ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ ഇവിടെ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് cos 2 omega t എന്നുള്ള ടേമാണ്. ഇൻ്റഗ്രൽ 0 to t cos 2 omega t dt അത് നമ്മൾ നേരത്തെ കണ്ടു, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും ഒക്കെ നമ്മളത് കണ്ടു. ഇൻ്റഗ്രൽ 0 to t cos 2 omega t dt എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അതേപോലെ ഇവിടെ വരുന്ന ടേം എന്താണ്? ഇൻ്റഗ്രൽ 0 to t sin 2 omega t. sin phi കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? വിത്ത് റെസ്പെക്ട് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ E0 I0 by 2t പുറത്തുണ്ട്. sin phi ഇൻ്റഗ്രേഷനെ പുറത്തേക്ക് എടുക്കാം. ബാക്കി വരെ ഇൻ്റഗ്രൽ 0 to t sin 2 omega t dt ആണ്. ഇൻ്റഗ്രൽ 0 to t sin 2 omega t dt യുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ഈ cos 2 omega t വരുന്ന ടേമും sin 2 omega t വരുന്ന ടേമും എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. E0 I0 by 2t cos phi ഇത്രയും ടേമുകൾ ഇൻ്റഗ്രേഷൻ്റെ പുറത്താണ്. ബാക്കിയുള്ള എന്താണ്? ഇൻ്റഗ്രൽ 0 to t dt. ഇൻ്റഗ്രൽ 0 to t dt യുടെ വാല്യൂ ഉണ്ടോ? E0 I0 by 2 into cos phi by t into ഇൻ്റഗ്രൽ 0 to t dt. ഇൻ്റഗ്രൽ 0 to t dt യുടെ വാല്യൂ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ടി ആണ് അല്ലേ? അപ്പോൾ ഈ ക്യാപിറ്റൽ ടിയും ഇതും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ P is equal to E0 I0 by 2 into cos phi എന്നായിട്ട് മാറി. ഓക്കെ, ഈ 2ന് പകരം √2 into √2 എന്ന് എഴുതാം. അപ്പോൾ E0 by √2 into I0 by √2 is into cos phi എന്നായിട്ട് മാറി. P is equal to E0 by √2 into I0 by √2 into cos phi എന്നായിട്ട് മാറി. ദാറ്റ് ഈസ് P is equal to E0 by √2 എന്ന് പറയുന്ന പേരാണ് ERMS, I0 by √2 എന്ന് പറയുന്നതാണ് IRMS അല്ലേ? അപ്പോൾ P is equal to ERMS into IRMS into cos phi. P is equal to ERMS into IRMS into cos phi എന്നായിട്ട് മാറി. ഓക്കെ, സോ ഇവിടെ cos phi എന്ന് പറഞ്ഞാൽ എന്താണ്? cos phi is the power factor. നമ്മൾ എല്ലാ സീരീസ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ നമ്മൾ കണ്ടിരുന്നു. പവർ ഫാക്ടർ is equal to r by root of r square plus xl square അല്ലെങ്കിൽ r by root of r square plus l omega the whole square ആണ് പവർ ഫാക്ടർ വരാം. So this is the case of LR series power in LR series circuit. അപ്പോൾ ഇതിൽ P ഡാഷിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. E0 I0 into sin omega t into sin omega t minus 5 കേട്ടോ. ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇതേപോലത്തെ എക്സ്പ്രഷൻസ് ഇനി കാണും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. നെക്സ്റ്റ് പവർ ഇൻ CR സീരീസ് സർക്യൂട്ട്. CR സീരീസ് സർക്യൂട്ടിലെ പവറിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ അടുത്ത് പറയുന്നത്. സോ P ഡാഷ് is equal to നേരത്തെ പോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ ഈക്വൽ ടു E ഡാഷ് ഇൻറ്റു I ഡാഷ് അല്ലേ? E ഡാഷ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF. ദിസ് ഇസ് E ഡാഷ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. E ഡാഷ് is equal to എന്താണ് വരിക? E0 sin omega t ആണ് നമ്മൾ എടുക്കുന്നത്. ലെറ്റ് E ഡാഷ് is equal to E0 sin omega t. ഓക്കെ, CR സർക്യൂട്ടിൽ കറണ്ട് EMFനേക്കാളും ലീഡ് ചെയ്യുന്നുണ്ട് ബൈ എ ഫേസ് 5. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ ωt+5 എന്നുള്ള ഫോമിൽ എഴുതണം അല്ലേ? അപ്പോൾ I0 ഇൻറ്റു ഈ ബ്രാക്കറ്റ് ഇവിടെ എല്ലാം ഓപ്പൺ ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് സൈൻ കഴിഞ്ഞിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ I is equal to I0 sin ഇൻറ്റു സൈൻ കഴിഞ്ഞിട്ടാണ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ωt+5 എന്ന് വരും. I is equal to I0 sin ωt+5 എന്ന് വരും. അപ്പോൾ നമുക്ക് പവർ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ is equal to E ഡാഷ് ഇൻറ്റു I ഡാഷ്. E ഡാഷ് ഇൻറ്റു I ഡാഷ് എന്ന് പറയുമ്പോൾ E0 sin ωt ഇൻറ്റു I0 sin ωt+5 എന്ന് വരും അല്ലേ? E0 ഇൻറ്റു I0 ഇൻറ്റു sin ωt ഇൻറ്റു sin ωt+5. എല്ലാ സർക്യൂട്ടിലും എങ്ങനെയാണ് കണ്ടത്? E0 I0 ഇൻറ്റു sin ωt ഇൻറ്റു sin ωt-5. ഇവിടെ -5 ആണ്, ഇതിൽ +5 ആണ് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ E0 I0 sin ωt ഇൻറ്റു sin A + B എന്ന് പറഞ്ഞാൽ sin ωt cos phi പ്ലസ് cos ωt sin phi എന്നായിട്ട് മാറി. ഈ sin ωt നേരത്തെ പോലെ തന്നെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ E0 I0 ഇൻറ്റു sin ωt ഇൻറ്റു sin ωt ദാറ്റ് ഈസ് sin square ωt cos phi എന്നായിട്ട് മാറി. E0 I0 sin ωt ഇൻറ്റു cos ωt ഇൻറ്റു sin phi എന്നായിട്ട് മാറി.
അല്ല E0 I0 sin omega t കോമൺ ആയിട്ട് ബ്രാക്കറ്റിലേക്ക് എടുക്കാം, ഉള്ളിലേക്ക് എടുക്കാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാമെന്നാണ്. സൈൻ സ്ക്വയർ ഒമേഗ ടിക്ക് നമ്മൾ പറഞ്ഞ എന്താണ് 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ E0 I0 ബൈ 2 ഇൻറ്റു 1 മൈനസ് കോസ് 2 ഒമേഗ ടി കോസ് 5. ഇവിടെ മൈനസ് അല്ല പ്ലസ് ആണ് കേട്ടോ, ഇത് തെറ്റായിട്ടാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. ദിസ് ഇസ് പ്ലസ്. ഇവിടെ E0 I0 ഉണ്ട്, സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൈൻ 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ ഈ പ്ലസ് ആണ് ഇവിടെ വരിക, പ്ലസ് E0 I0 ബൈ 2 ഇൻറ്റു സൈൻ 2 ഒമേഗ ടി സൈൻ 5 ആയിട്ട് മാറി. E0 I0 ബൈ 2 ഇൻറ്റു സൈൻ 2 ഒമേഗ ടി സൈൻ 5 ഇപ്പോൾ പ്ലസ് ആണ് കേട്ടോ. സോ പി ഡാഷിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത് അല്ലേ. നേരത്തെ പോലെ തന്നെ പി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി പി ഡാഷ് ഡി ടി ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ 0 ടു ടി ഡി ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ 0 ടു ടി ഡി ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ 1/t ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി ഇൻറ്റു ഈ ടേം E0 I0 ബൈ 2 ഇൻറ്റു 1 ഇൻറ്റു കോസ് ഫൈ, ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതാണ്. E0 I0 ബൈ 2 ഇൻറ്റു 1 ഇൻറ്റു കോസ് ഫൈ ഡി ടി എന്ന് പറയുന്നൊരു ടേം വരും. E0 മൈനസ് E0 I0 ബൈ 2 ഇൻറ്റു കോസ് 2 ഒമേഗ ടി കോസ് ഫൈ ഡി ടി എന്നുള്ളൊരു ടേം വരും, പ്ലസ് E0 I0 ബൈ 2 ഇൻറ്റു സൈൻ 2 ഒമേഗ ടി സൈൻ 5 എന്ന് പറയുന്നൊരു ടേം വരും. അപ്പോൾ ഫസ്റ്റത്തെ ടേം E0 I0 ബൈ 2 ഇൻറ്റു കോസ് 5 ഡി ടി. E0 I0 ബൈ 2 വരണം, ഇവിടെ 2 പ്രിൻറ്റിങ് എറർ ഉണ്ട്. E0 I0 ബൈ 2 ഇൻറ്റു കോസ് 5 ഡി ടി എന്നുള്ളതാണ് ഫസ്റ്റ് ടേം വരുന്നത്. സെക്കൻഡ് ടേം E0 I0 ബൈ 2 ഇൻറ്റു മൈനസ് അല്ലേ. അപ്പോൾ മൈനസ് E0 I0 ബൈ 2 ഇൻറ്റു കോസ് 2 ഒമേഗ ടി കോസ് 5 ഡി ടി മൈനസ് ഇൻ്റഗ്രൽ 0 ടു ടി E0 I0 ബൈ 2 ഇൻറ്റു കോസ് 2 ഒമേഗ ടി ഇൻറ്റു കോസ് 5 ഡി ടി. ഓക്കെ, അടുത്ത ടേം എന്താണ്? ഇത് പ്ലസ് ആണെന്ന് ഞാൻ പറഞ്ഞു, നേരത്തെ പ്രിൻറ്റിങ് എററാണ്. അപ്പോൾ E0 I0 പ്ലസ് ആണ് വരിക, പ്ലസ് ഇൻ്റഗ്രൽ E0 I0 ബൈ 2 ഇൻറ്റു സൈൻ 2 ഒമേഗ ടി സൈൻ 5 ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ടി E0 I0 ബൈ 2 സൈൻ 2 ഒമേഗ ടി സൈൻ 5 ഡി ടി എന്നാണ്. ഹോൾ ഡിവൈഡഡ് ബൈ ടി, ഇൻ്റഗ്രൽ 0 ടു ടി ഡി ടിയുടെ വാല്യൂ ഹോൾ ഡിവൈഡഡ് ബൈ ടി ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ 1/t കോസ് 2 ഒമേഗ ടി വരുന്ന ടേം നമ്മൾ നേരത്തെ പറഞ്ഞു. കോസ് 2 ഒമേഗ ടി വരുന്ന ടേം ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു 0 ടു ടി കോസ് 2 ഒമേഗ. ബിക്കോസ് ഇവിടെ ശ്രദ്ധിക്കുക, E0യും I0യും 2ഉം കോസ് 5ഉം ഇതൊന്നും ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ല. ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണെങ്കിൽ ഈ റിസൾട്ട് എഴുതാൻ പറ്റില്ല. ഇതൊക്കെ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഇൻ്റഗ്രേഷൻ പുറത്തേക്ക് എഴുതാം. E0 I0 ബൈ 2 ഇൻറ്റു കോസ് 5. ബാക്കി വരെ ഇൻ്റഗ്രൽ 0 ടു ടി കോസ് 2 ഒമേഗ ടി ഡി ടി എന്നാണ്. ഇൻ്റഗ്രൽ 0 ടു ടി കോസ് 2 ഒമേഗ ടി ഡി ടിയുടെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയിട്ട് മാറും. അതുപോലെ ഇവിടെയോ E0 I0 ബൈ 2 ഇൻറ്റു സൈൻ 5 ഇൻ്റഗ്രേഷൻ പുറത്തേക്ക് എഴുതാം. ബാക്കി വരെ ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ 2 ഒമേഗ ടി ഡി ടി എന്ന് വരും. ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ 2 ഒമേഗ ടി ഡി ടിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ടേം എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ ബാക്കി വരാം ഈ 1/t ഉണ്ട്, ഇൻ്റഗ്രൽ 0 ടു ടി E0 I0 ബൈ 2 ഉണ്ട്, ബൈ 2 ഉണ്ട് നമ്മൾ പറഞ്ഞു, പ്രിൻറ്റിങ് എററാണ്. ബൈ 2 ഇൻറ്റു കോസ് 5 ഡി ടി. ഓക്കെ, അപ്പോൾ ഇതിൽ E0 I0 ബൈ 2ഉം കോസ് 5ഉം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എഴുതാം. അപ്പോൾ E0 I0 ബൈ 2 ഇൻറ്റു കോസ് 5 ഇൻറ്റു ഇവിടെ 1/t ഉണ്ട്, ഇൻ്റഗ്രൽ 0 ടു ടി ഡി ടിയുടെ വാല്യൂ ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ ഈ ടിയും ടിയും ക്യാൻസൽ ചെയ്തു. E0 I0 ബൈ 2 ഇൻറ്റു കോസ് 5 അല്ലേ. ഇതേ എക്സ്പ്രഷൻ തന്നെയാണ് നമുക്ക് LRC സർക്യൂട്ടിലും കിട്ടിയത് അല്ലേ. P is equal to E0 I0 ബൈ 2 ഇൻറ്റു കോസ് 5. CR സർക്യൂട്ടിലാണെങ്കിലും അറിയാം എന്താ, P is equal to E0 I0 ബൈ 2 ഇൻറ്റു കോസ് 5. ദാറ്റ് ഇസ് E0 ബൈ റൂട്ട് 2 ഇൻറ്റു I0 ബൈ റൂട്ട് 2 ഇൻറ്റു കോസ് 5. അല്ലെങ്കിൽ P is equal to ERMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് 5. അപ്പം LR സീരീസ് സർക്യൂട്ടിലെ ആവറേജ് പവറിൻ്റെ എക്സ്പ്രഷനും CR സീരീസ് സർക്യൂട്ടിലെ ആവറേജ് പവറിൻ്റെ എക്സ്പ്രഷനും എന്താണ്? സെയിം ആണ്. എക്സ്പ്രഷനിൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവറിൽ മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. ഇവിടെ E0 I0 സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ്. മറ്റേ എല്ലാറിലാണെങ്കിൽ E0 I0 സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 5 ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ. ഓക്കെ, ഇനി ഇതിൽ പവർ ഫാക്ടർ P is equal to E0 I0 കോസ് ബൈ 2 ഇൻറ്റു കോസ് 5 എന്നുണ്ടല്ലോ. ഈ കോസ് 5 എന്ന് പറയുന്നത് പവർ ഫാക്ടറാണ്. പവർ ഫാക്ടർ എല്ലാ സർക്യൂട്ടിൽ R ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL സ്ക്വയർ ആണെങ്കിൽ CR സർക്യൂട്ടിൽ R ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ ആണ് പവർ ഫാക്ടറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ CR സർക്യൂട്ടിൻ്റെ കേസിൽ പവറിൻ്റെ കണ്ടീഷൻ. നെക്സ്റ്റ് LCR സീരീസ് സർക്യൂട്ടിലെ പവറിൻ്റെ എക്സ്പ്രഷൻ. LCR സീരീസ് സർക്യൂട്ടിൻ്റെ പവറിൻ്റെ എക്സ്പ്രഷൻ പറയുമ്പോഴും ഇതേപോലെ തന്നെയാണ് പറയുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ആ ഇൻ്റഗ്രേഷൻ്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ LCR സീരീസ് സർക്യൂട്ടിൽ EMF E is equal to അല്ലെങ്കിൽ E dash is equal to ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF E dash is equal to E0 സൈൻ ഒമേഗ ടി ആണെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക, LCR സീരീസ് സർക്യൂട്ടിൽ EMF ആണ് കറണ്ടിനേക്കാളും 5 റേഡിയൻസ് ലീഡ് ചെയ്യുന്നത്.
അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് EMF-നേക്കാളും 5 റേഡിയൻസ് ലാഗ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്താ വരിക? I dash is equal to I0 sin omega t minus 5 എന്നാണ് വരുന്നത്. അപ്പോൾ P dash is equal to E dash into I dash, that is E0 into I0 into sin omega t into sin omega t minus 5. ഇവിടെയും പറഞ്ഞു ബ്രാക്കറ്റ് തെറ്റിയിട്ടാണ് ഇട്ടുള്ളത്, ബ്രാക്കറ്റ് സൈൻ കഴിഞ്ഞിട്ടാണ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ E0 sin omega t into I0 sin omega t minus 5 അല്ലെങ്കിൽ E0 I0 into sin omega t into sin omega t minus 5. നോക്കുക, പി ഡാഷിൻ്റെ ഇതേ എക്സ്പ്രഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് LR സീരീസ് സർക്യൂട്ടിൽ E0 I0 sin omega t minus sin omega t into sin omega t minus 5 അല്ലേ. അപ്പോൾ LR സീരീസ് സർക്യൂട്ടിലെ ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ എക്സ്പ്രഷൻ എന്താണോ അത് തന്നെയാണ് LCR സീരീസ് സർക്യൂട്ടിലെ ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ അപ്പോൾ എന്തുപോലെ തന്നെയാണ് LR സീരീസ് സർക്യൂട്ടിലുള്ള അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തു പോകുന്നത്. E0 I0 എടുത്തു sin omega t into sin omega t sin omega t into sin omega t minus 5. sin omega t minus 5 എന്ന് പറഞ്ഞാൽ sin omega t cos 5 minus cos omega t sin 5. നമ്മൾ ഇതിനെ കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. E0 I0 sin square omega t cos 5 minus E0 I0 sin omega t cos omega t sin 5 എന്നായിട്ട് മാറും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നൗ നമ്മളിത് പി ഡാഷിൻ്റെ എക്സ്പ്രഷൻ ഇൻ്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ 0 to t p dash dt divided by integral 0 to t dt എന്ന് വരും. integral 0 to t dt എന്ന് പറയുന്നത് ക്യാപിറ്റൽ T ആണ്. സോ 1/t ഇൻറ്റു പി ഡാഷിന് പകരം നമ്മൾ കിട്ടിയ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. E0 I0 sin square omega t cos 5 മൈനസ് E0 I0 sin omega t cos omega t sin 5 dt എന്നുള്ളത് കിട്ടും. നേരത്തെ പോലെ തന്നെ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് 2 ഒമേഗ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 അല്ലേ. അതേപോലെ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2. ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത അതേ പ്രൊസീജിയറാണ്. സോ E0 I0 by 2 ഇൻറ്റു കോസ് 5 അതാണ് ഒരു ടേം വരിക. മൈനസ് E0 I0 by 2 ഇൻറ്റു കോസ് 5 ഡി ടി ആണ് ഒരു ഇൻ്റഗ്രൽ. അടുത്ത ഇൻ്റഗ്രൽ മൈനസ് E0 I0 by 2 ഇൻറ്റു കോസ് 2 ഒമേഗ ടി കോസ് 5 ഡി ടി എന്നുള്ളൊരു ഇൻ്റഗ്രേഷൻ വരും. മൈനസ് E0 I0 by 2 ഇൻറ്റു സൈൻ 2 ഒമേഗ ടി സൈൻ 5 ഡി ടി എന്ന് പറയുന്നൊരു ടേം വരും അല്ലേ. ഇതിൽ E0 I0 by 2 സൈൻ 5 ഇൻ്റഗ്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ല. സോ യു ക്യാൻ ടേക്ക് ഔട്ട്സൈഡ് ദ ഇൻ്റഗ്രൽ. ഇൻ്റഗ്രൽ 0 to t സൈൻ 2 ഒമേഗ ടി ഡി ടി എന്ന് കിട്ടും. ഇൻ്റഗ്രൽ 0 to t സൈൻ 2 ഒമേഗ ടി ഡി ടിയുടെ വാല്യൂ 0 ആണ്. അതേപോലെ ഇതിൽ ഇൻ്റഗ്രൽ 0 to t കോസ് 2 ഒമേഗ ടി ഡി ടി എന്ന് പറയുന്നൊരു ടേമാണ് വരിക. അപ്പോൾ അതും 0 ആണ് വരിക. അപ്പോൾ നമുക്ക് ബാക്കി നിൽക്കുന്ന ഫാക്ടർ എന്താ ഉള്ളത്? 1/t കോമൺ ആയിട്ട് പുറത്തുള്ളതുണ്ട്. ഇൻ്റഗ്രൽ 0 to t ഉണ്ട്. E0 I0 by 2 ഉണ്ട്. 1 ഇൻറ്റു കോസ് 5 അല്ലേ. അപ്പോൾ കോസ് 5 ഇൻറ്റു ഡി ടി എന്ന് പറയുന്ന ഒരൊറ്റ ടേം മാത്രമാണ് ഇൻ്റഗ്രേഷനിൽ ബാക്കി ഉണ്ടാവുക. ബാക്കി എല്ലാ ടേമുകളും 0 ആയിട്ട് മാറും. ഇത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെയല്ലേ വരുന്നത്. E0 I0 by 2 ഇൻറ്റു കോസ് 5 അത് കോൺസ്റ്റൻ്റ് ആണ്. അത് ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എഴുതാം. അപ്പോൾ 1/2 ഇൻറ്റു E0 I0 by 2 ഇൻറ്റു കോസ് 5 0 to t dt ഇൻ്റഗ്രൽ 0 to t dt വാല്യൂ t ആണ്. ഓക്കെ. അപ്പോൾ ഇത് പ്രിൻറ്റിങ് എറർ ഉണ്ടായിരുന്നു. ഇവിടെ ടി പ്രിൻറ്റ് ചെയ്ത് തരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ടി എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ടി എന്നാണ് എഴുതിയിരുന്നത്, 2 ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലെ ഈ ടിയും ഇവിടെയുള്ള ഈ ടിയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ E0 I0 by 2 ഇൻറ്റു കോസ് 5. അപ്പോൾ LCR സീരീസ് സർക്യൂട്ടിലും പവറിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? E0 I0 by 2 ഇൻറ്റു കോസ് 5 എന്ന് തന്നെയാണ്. അപ്പോൾ അത് LR സീരീസ് സർക്യൂട്ടിലാണെങ്കിലും CR സീരീസ് സർക്യൂട്ടാണെങ്കിലും SCR സീരീസ് സർക്യൂട്ടിലാണെങ്കിലും പവറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് E0 I0 by 2 ഇൻറ്റു കോസ് 5 എന്നാണ്. അപ്പോൾ E0 by √2 ഇൻറ്റു I0 by √2 ഇൻറ്റു കോസ് 5 അല്ലെങ്കിൽ ERMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് 5 എന്നുള്ളതാണ് വരുന്നത്. പക്ഷേ LR സീരീസ് സർക്യൂട്ടിലെ കോസ് 5 എന്ന് പറയുന്നത് എന്താണ്? കോസ് 5 എന്നുള്ളതാണ് പവർ ഫാക്ടർ. പക്ഷേ LR സീരീസ് സർക്യൂട്ടിലുള്ള പവർ ഫാക്ടർ അല്ല CR സീരീസ് സർക്യൂട്ടിൽ, അതല്ല LCR സീരീസ് സർക്യൂട്ടിൽ. അപ്പോൾ പവർ ഫാക്ടറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കോസ് 5യുടെ വാല്യൂ ആണ് ഇത് 3 സർക്യൂട്ടുകളിലെയും എക്സ്പ്രഷനിൽ വരുന്ന വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ LCR സീരീസ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് R/√R² പ്ലസ് L ഒമേഗ മൈനസ് 1/c ഒമേഗ ദി ഹോൾ സ്ക്വയർ ആണ്. കോസ് 5 R/√R² പ്ലസ് L ഒമേഗ മൈനസ് 1/c ഒമേഗ ദി ഹോൾ സ്ക്വയർ ആണ് പവർ ഫാക്ടർ വരുന്നത്. അപ്പോൾ 3 കണ്ടീഷനിലെയും എക്സ്പ്രഷൻസ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മച്ച് മോർ ഈസിയർ. LR സീരീസ് സർക്യൂട്ടിലാണെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു ERMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് 5 ആണ് വരുന്നത്. അവിടെ കോസ് 5 എന്ന് പറഞ്ഞാൽ R/√R² പ്ലസ് XL² അല്ലെങ്കിൽ L² ഒമേഗ² എന്നുള്ള ടൈമാണ് വരുന്നത്. CR സീരീസ് സർക്യൂട്ടിലാണെങ്കിലും P ഈസ് ഈക്വൽ ടു ERMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് 5 ആണ് വരിക. പക്ഷേ അവിടെ കോസ് 5 എന്ന് പറയുന്നത് R/√R² പ്ലസ് XC² ആണ് അല്ലെങ്കിൽ R/√R² പ്ലസ് 1/c² ഒമേഗ² ആണ്.
LCR series സർക്യൂട്ടിലാണെങ്കിലും P is equal to ERMS into IRMS into cos phi ആണ്. Cos phi എന്ന് പറയുന്ന പവർ ഫാക്ടർ ആണ് വ്യത്യാസം. പവർ ഫാക്ടർ cos phi is equal to R by root of R square plus L omega minus 1 by C omega the whole square ആണ് LCR series സർക്യൂട്ടിൽ പവർ ഫാക്ടർ ആയിട്ട് വരുന്നത്. Okay. Now power factor correction. Power factor നമ്മൾ പറഞ്ഞു it is the energy spent in a circuit. അല്ലെ energy developed അല്ലെങ്കിൽ energy dissipated ആണ്. അതിൻ്റെ മെഷർ ആണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 3 സർക്യൂട്ടിലും ഡിഫറെൻ്റ് ആണ്. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ LR സീരീസ് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ R by root of R square plus XL square ആണ്. ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന സോളിനോയിഡ്സിലൊക്കെ അല്ലെങ്കിൽ അതിലെ വൈൻഡിങ്സ് ഒക്കെ വളരെ വലിയ ഇൻഡക്റ്റൻസ് ഉള്ള കോയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എക്സലിൻ്റെ വാല്യൂ വളരെ കൂടിക്കഴിഞ്ഞാൽ പവർ ഫാക്ടർ കുറയും അല്ലേ. പവർ ഫാക്ടർ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എനർജി ലോസ് വളരെയധികം എനർജി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ എനർജി ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്യാം. പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിലുള്ള എക്സൽ എന്ന് പറയുന്നതാണ് നമുക്ക് R square plus XL square ആണ് അല്ലേ. ഡിനോമിനേറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ കൂടും. അപ്പോൾ എക്സൽ എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കപ്പാസിറ്റർ, ഒരു പാരലായിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് R by root of XL minus XC എന്നുള്ള ടേമിലേക്ക് വരും. XL minus XC the whole square ആയിട്ട് വരും. ആ സമയത്ത് അവിടെ പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്യും. പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എനർജിയുടെ ലോസ് കുറയും. Okay, so this is known as the power factor correction. Okay, this is all about the power in AC series circuits. Thank you.